ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങയും കൊണ്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ഞാൻ 2 പിടി ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തല നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഇതിലേക്ക് ബാക്കിയുള്ള ഭാഗമാണ് ഇതിലേക്ക് ചേർത്തത്. പിന്നെ പച്ചമാങ്ങ, നല്ലൊരു പച്ചമാങ്ങ മുഴുവനായിട്ട് ഇതുപോലെ അരിഞ്ഞ് കഷ്ണങ്ങളായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ 2 സവാള ഇതുപോലെ അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായി ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇത്രയും ചേർത്ത ശേഷം കൈ വെച്ച് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കൈ കൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് മുമ്പ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അത് വേവാനായിട്ട് നമുക്ക് വെക്കാം. 2-3 മിനിറ്റ് വെന്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് ഉണ്ടാക്കാം. അതിനായി ഞാൻ ഒരു നാളികേരം മുഴുവനായി ചിരകിയതാണ്. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 5 ചെറിയുള്ളി, 1 തണ്ട് കറിവേപ്പില, പിന്നെ നമ്മൾ ചെമ്മീൻ്റെ തല മാറ്റി വെച്ചിരുന്നു അത് ഇതിൽ അരച്ചെടുക്കുകയാണ്. അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിൽ ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർക്കണം. എന്നിട്ട് നല്ല വെണ്ണ പോലെ ഇത് അരച്ചെടുക്കുകയാണ് നമ്മൾ. പിന്നെ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2-4-5 മിനിറ്റ് നമ്മൾ വേവിച്ചു. നമുക്ക് അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർക്കണം, അല്ലെങ്കിൽ നല്ല കട്ടിയായി പോവും. കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ ലൂസാക്കി എടുക്കാം. അതേ തളയൊക്കെ വന്നു തുടങ്ങി. ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് നമുക്ക് ഈ അരപ്പും കൂടി ഒഴിച്ച ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. നമുക്കിതിലേക്ക് വേണ്ട താളിപ്പ് ഉണ്ടാക്കാം. അതിനായി ഒരു ചട്ടി വെച്ച് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 6-7 ചെറിയുള്ളി വട്ടനെ അരിഞ്ഞതാണിത്. നല്ല ഗോൾഡൻ കളറായി വരണം. അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ കറിയിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. നല്ല ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങയും കൊണ്ടുള്ള നല്ല അടിപൊളി കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.